നാടെങ്ങും സൈബർ തട്ടിപ്പുകളാണ്. വിദ്യാസമ്പന്നരും അതീവ സുരക്ഷാ മേഖലകളിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ ഇസഡ് കാറ്റഗറി സുരക്ഷ ഉള്ളവരുമൊക്കെ സൈബർ തട്ടിപ്പിന് ഇരയാവുകയില്ല എന്നാണ് നമ്മൾ സ്വതവേ വിശ്വസിക്കുന്നത്. ജനപ്രതിനിധികളും അങ്ങനെ തട്ടിപ്പിന് സാധാരണ ഇരകളാകില്ല എന്നൊക്കെയുള്ള ഒരു പൊതുബോധ്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അങ്ങനെ അല്ല, ഇത്തരക്കാരെയും ഞങ്ങൾ തട്ടിപ്പിന് ഇരയാക്കും എന്ന് വെല്ലുവിളി ഉയർത്തി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സൈബർ തട്ടിപ്പ് വില്ലന്മാർ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ, അങ്ങനെ കേന്ദ്ര മന്ത്രിസഭയിലെ സുപ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത സെക്യൂരിറ്റി സുരക്ഷ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അദ്ദേഹത്തിനാണ് ഏറ്റവും അധികം സുരക്ഷയുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ വീഡിയോ വരെ വ്യാജ ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് പോലെ ചിത്രീകരിച്ച് എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് 21,000 രൂപ നിക്ഷേപിക്കൂ, നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ 1.5 കോടി രൂപ ലഭിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാത്തത്? എന്നിട്ട് കുറേ കാര്യങ്ങളും പ്രധാനമന്ത്രി പറയുന്നു. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരിലും ഇത്തരത്തിൽ വീഡിയോയുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ, പ്രിയങ്ക ഗാന്ധിയുടെ പേരിലുമുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ. ഇവരൊക്കെ തട്ടിപ്പിന് ഇരകളാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? തട്ടിപ്പിന് ഇരകളായി എന്ന് പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് പോയി എന്നല്ല, അവരെ മുൻനിർത്തി ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം സൈബർ തട്ടിപ്പുകാർ. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളൊക്കെ ഇതിനെതിരെ പല തരത്തിലുള്ള പല വിധത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ആളുകൾ ഇപ്പോഴും അത്തരം തട്ടിപ്പുകളിൽ പോയി വീഴുന്നു. ഈ വീഡിയോകൾ പിൻവലിക്കണമെന്ന് പല പ്ലാറ്റ്ഫോമുകളോടും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞെങ്കിലും ഇപ്പോഴും നിങ്ങൾ ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഒക്കെ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ കാണാം. അത് ഒരു വശത്ത്. നമ്മുടെ MLA വിദ്യാ ബാലകൃഷ്ണനെ ഇക്കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി ഒരു കൂട്ടർ വിളിച്ചു. MP-യുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത് എന്നാണ് അവരോട് പറഞ്ഞത്. ഇപ്പോൾ വാർത്ത വലിയ പുകിലായിട്ടുണ്ട്. എന്താണ്? MLAക്ക് മന്ത്രിയാകാൻ ആഗ്രഹമുണ്ട്, ഒരു 3 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ മന്ത്രിയാക്കാം എന്നാണ് MLAക്ക് കിട്ടിയ ഫോൺ കോൾ. MLAക്ക് മുമ്പത്തെ ഒരു അനുഭവമുണ്ട്. ഈ MLAക്കല്ല, മുമ്പ് നമ്മുടെ നാട്ടിൽ KV തോമസ് ടൂറിസം മന്ത്രിയായിരിക്കെ ഒരു ഹവാല കേസ് കൊണ്ടുവന്നു. 336 കോടി രൂപയുടെ ഹവാല പണമിടപാട് KV തോമസ് നടത്തിയെന്നും KV തോമസ് ഉടനെ രാജിവെക്കും എന്നൊക്കെയായിരുന്നു ആ വാർത്തയുടെ ഉള്ളടക്കം. അത് വേറൊരു MLAക്ക്, കോൺഗ്രസ് MLAക്ക് മന്ത്രിയാകാനുള്ള കുറുക്കു വഴിയായി അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഏതായാലും അതൊരു വ്യാജ വാർത്തയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. അത് ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സൂചനയൊക്കെ ലഭിച്ചപ്പോൾ 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാ ബാലകൃഷ്ണൻ MLAയും ഒന്ന് ആലോചിച്ച് കാണും, ഇത് തട്ടിപ്പാണ്. അവരുടനെ MP-മാരെയും മുതിർന്ന നേതാക്കളെയൊക്കെ വിളിച്ചു. അപ്പോൾ സംഗതി അങ്ങനെയല്ല, തട്ടിപ്പ് തന്നെയാണ് എന്ന് തെളിഞ്ഞു. എന്നിട്ട് ഈ തട്ടിപ്പുകാർ ആരെയൊക്കെ, നമ്മുടെ ഷാഫി ഇക്കയെ വിളിച്ചു, ഷാഫി പറമ്പിലിനെ വിളിച്ചിട്ടുണ്ട്, ഡീൻ കുര്യാക്കോസിനെ വിളിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ തട്ടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തട്ടിപ്പിനെ ഇരകളാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ റാക്കറ്റിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. 1000 മെസ്സേജുകളാണ് ഫോണിൽ വന്നു പോകുന്നത്, സ്മാർട്ട് ഫോണിൽ വന്നു പോകുന്ന മെസ്സേജുകൾ നോക്കുക. നിങ്ങൾ ലോണിന് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ ലോണിന് പ്രീ ക്വാളിഫൈഡ് ആയി നിങ്ങളങ്ങോട്ട് രേഖകൾ തരൂ, ഞങ്ങളങ്ങോട്ട് കാശ് തരാം എന്നൊക്കെ പറഞ്ഞുള്ള ഉഡായിപ്പുകൾ. അതിനെതിരെയും RBIയും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളുമൊക്കെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ലോൺ ആപ്പുകളിൽ പോയി ചാടരുത്, ഓൺലൈൻ ലോണുകൾ എടുക്കരുത് എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ആളുകൾ ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീണുപോകും. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായി കാണും. സൈബർ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി മുതൽ നമ്മുടെ നാട്ടിലെ MLAയും MP-യും വരെ ആ വലിയ റാക്കറ്റ് ഇരകളാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് അതീവ ഗുരുതരമായി, അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ്.